കൂടിക്കാഴ്ച വിവാദത്തിൽ LDF കൺവീനർ EP ജയരാജൻ നിയമ നടപടി തുടങ്ങി. TG നന്ദകുമാർ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട്. ദീപക്, എന്തൊക്കെയാണ് EP ജയരാജൻ വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? പാർട്ടി പറഞ്ഞിരുന്നുവല്ലോ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കർശനമായി ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവല്ലോ EP ജയരാജന്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, അത് തന്നെയാണ്. ഇന്നലത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനപ്രകാരമാണ് EP ജയരാജൻ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് മെനഞ്ഞാന്ന് EP ജയരാജൻ 24-ന് അനുവദിച്ച അഭിമുഖത്തിൽ ഇനിയൊരു നിയമ നടപടിക്കൊന്നും താനില്ല, ഇവരെ പ്രതിരോധിക്കാൻ താൻ അശക്തനാണ് എന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. പക്ഷേ വസ്തുത കൃത്യമായി പറയുന്നു, താൻ BJPയിലേക്ക് പോകാനോ അത്തരത്തിലൊരു ചർച്ചയോ ഉണ്ടായിരുന്നില്ല. ശോഭാ സുരേന്ദ്രനെ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് കണ്ടതല്ലാതെ രാമനിലയത്തിലോ മറ്റോ പോയി കണ്ടില്ല എന്നും പറഞ്ഞിരുന്നു. അതിനെ ചുവടുപിടിച്ച് ഇന്നലെ സെക്രട്ടേറിയറ്റ് തീരുമാനപ്രകാരം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ K സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ, ഈ 3 പേർക്ക് എതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് രാജഗോപാൽ മുഖേനയാണ്. 2 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ്. തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, അതായത് സുദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യം, 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ കളങ്കിതമാക്കുന്ന വിധത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപകീർത്തികരമായ കള്ളപ്രചരണമാണ് നടത്തിയത്. അതിൽ മാനനഷ്ടമായി 2 കോടി രൂപ നൽകണം, ഇല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇത് നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനപ്രകാരം ഇന്നലെയാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനപ്രകാരം ഇന്ന് തന്നെ നിയമ നടപടിയിലേക്ക് കടന്നതാണ്. EP ജയരാജനുമായി അടുത്ത വൃത്തങ്ങളിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം കർശനമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. കാരണം ഒരിക്കൽ പോലും കാണുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്ത വിഷയങ്ങൾ തനിക്കെതിരെ ചാർത്തി രാഷ്ട്രീയ മുതലെടുപ്പും തന്നെ വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് EP ക്യാമ്പും പറയുന്നത്. വിജയകുമാർ. TG നന്ദകുമാർ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർക്കാണ് EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിവരങ്ങൾ ദീപക് ധർമ്മടമാണ് നൽകിയത്, കോഴിക്കോട്ട്.